Good morning, dear. Good morning. Good morning. സുഖാണോ എല്ലാവർക്കും? സുഖാണോ? ആണ്. അയ്യോ, എന്തൊരു സൗണ്ട് ആണോ? എല്ലാവരും I am good. Thank you. All of you mark your attendance. Good morning. Mark your attendance. ഓക്കെ. നമ്മൾ ഒത്തിരി നാളായി കാണാത്തതുപോലെ അല്ലേ? 2 days ആയുള്ളൂ, പക്ഷെ എന്നാലും കുറേ നാളായ പോലെ. അങ്ങനെ വീണ്ടും ഗായത്രി കുട്ടിയെ നമ്മുടെ ഓൺലൈനിലോട്ട് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഒന്നിച്ച് വന്നു അല്ലേ? കുറച്ച് പേരുണ്ടായിരുന്നു പുറത്ത്, സ്കൂളിൽ വരാൻ പറ്റാതെ അല്ലേ? ധനലക്ഷ്മി ഫസ്റ്റ് ഡേ ഒക്കെ വന്നിരുന്നില്ലേ മോള്? വന്നിരുന്നോ? ധനലക്ഷ്മി അല്ലേ? വേറെ ആരെങ്കിലും ആണോ? അവളൊന്നും മിണ്ടുന്നില്ല. ഓക്കെ, പിന്നെ എന്താണ്, പഠിക്കണ്ടേ? വേണം. എന്നാ പുസ്തകം എടുത്തോ. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ? എന്താണ്? ഹിന്ദിയാണ്. ആഹാ, ഇപ്പൊ ഇതേ ഉള്ളു അല്ലേ? ആക്കി മാത്ര, ഈക്കി മാത്ര, ഊക്കി മാത്ര. നല്ല രസമുണ്ടല്ലേ പറയുന്നത് കേൾക്കാൻ. അപ്പൊ തന്നെ മാത്രകളൊക്കെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസ്സിലോട്ട് പോകുമ്പോ നമ്മൾക്ക് ഗുണമുള്ളൂ. ഞാനൊന്ന് നിങ്ങളെ ഭയങ്കര ബഹളം വെക്കുന്നു. ആരാണത്? ബുക്ക് എടുക്ക്, സ്ലേറ്റ് എടുക്ക്, എന്തെടുക്കുക? ഭയങ്കര ബഹളമായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചത് മാത്രയാണ്. മാത്രായേ എന്താണ്? ചിഹ്നങ്ങൾ അല്ലേ? ആ എന്ന ലെറ്ററിന് മാത്രയില്ല. അത് കഴിഞ്ഞ് ആ എന്ന ലെറ്ററിന് നമ്മൾ മാത്ര ചെയ്തു, മാത്ര എഴുതി. അങ്ങനെ ക പ്ലസ് ആക്കി മാത്ര ഈസ് ഈക്വൽ ടു കാ. അങ്ങനെ ഏത് ലെറ്റർ എടുത്താലും, ഇപ്പോൾ ഇവിടെ ഒരു ലെറ്റർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ചായ എഴുതിയാലും അതിനെ ആക്കി മാത്ര കൊടുത്താൽ ചാ എന്ന് വായിക്കും. ടാ എടുത്താൽ അതിനെ ആക്കി മാത്ര എഴുതിയാൽ ടാ എന്ന് വായിക്കും. അതുപോലെ ഇനി യാ എന്ന ലെറ്റർ എടുത്തു അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങളെ യാ എടുത്തു. യാ എന്ന ലെറ്ററിന് ആക്കി മാത്ര കൊടുത്താൽ എന്താ വായിക്കുക? ഗോഡ്വിൻ. യാ പ്ലസ് ആക്കി മാത്ര ഈസ് ഈക്വൽ ടു വെരി ഗുഡ്, യാ. അപ്പൊ എവിടെ യാ എന്ന ലെറ്ററിന് ആയിന്റെ ചിഹ്നം കാണുമ്പോൾ നമ്മൾ അറിയണം അത് യാ എന്ന ലെറ്റർ ആണ്. ഓക്കെ, അപ്പോ ഈക്കി മാത്ര അല്ലേ? എന്താണ് ഈക്കി മാത്ര? ഈ എന്ന ലെറ്ററിന്റെ ചിഹ്നം. ക പ്ലസ് ഈക്കി മാത്ര ഈസ് ഈക്വൽ ടു കി. ഇപ്പൊ കി എന്ന ലെറ്ററിന്റെ മാത്ര, ക എന്ന ലെറ്ററിന്റെ മാത്ര എവിടെയാണ് ഇടുന്നത്? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ സൈഡിലാണ്. അതായത് അക്ഷരങ്ങളുടെ ലെഫ്റ്റ് സൈഡിലാണ് ഈ കി മാത്ര ചേർക്കുന്നത്. അറിയോ അത്? ഡു യു നോ ദാറ്റ്? ഈ കി മാത്ര ലെറ്ററിന്റെ എവിടെയാ ചേർക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കട്ടെ. ദൃശ്യ, മ പ്ലസ് ഈ കി മാത്ര ഈസ് ഈക്വൽ ടു. ദൃശ്യ അൺമ്യൂട്ട് ചെയ്യുമ്പോളെ. മ എന്ന ലെറ്ററിന് ഈന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ എന്താണ് വായിക്കുന്നത്? മീ. വെരി ഗുഡ്. മീന്നല്ല, മീ. വെരി ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ഈ ഉണ്ടല്ലേ? ഈ കഴിഞ്ഞാൽ ഈ കീ മാത്ര. ഋതുദേവ് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. വിജ്ന ആരാണ്? വിജ്ന എന്ന് പറയുന്ന കുട്ടി ആരാണ്? ഇത് നമ്മുടെ ശ്രദ്ധ, എന്താണ് കുട്ടിയുടെ പേര്? പ്ലീസ് അൺമ്യൂട്ട്. കൈ ഉയർത്തിയ കുട്ടി തന്നെ അൺമ്യൂട്ട് ചെയ്ത നമ്മളെ. ശ്രദ്ധലക്ഷ്മിയാണോ?
യെസ് യെസ്, ബിജിന അമ്മയുടെ പേരായിരിക്കും മിക്കവാറും. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര് തന്നെ അടിച്ചു കയറണം കേട്ടോ ക്ലാസ്സിൽ. ശ്രുതലക്ഷ്മി, ഈ കീ മാത്ര, ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം എന്താണ്? ഈ കീ മാത്ര നമ്മൾ അക്ഷരങ്ങളുടെ ഏത് സൈഡിലാണ് കൊടുക്കുന്നത്? ശ്രുതലക്ഷ്മി അൺമ്യൂട്ട് ആൻഡ് സേ, അൺമ്യൂട്ട് ചെയ്യേ. അക്ഷരങ്ങളുടെ ഏത് സൈഡിലാണ് കൊടുക്കുന്നത്? താഴെയാണോ, മുകളിലാണോ, ഇടതുവശത്താണോ, വലതുവശത്താണോ, എവിടെയാണ്? ഗാത്രി മോളെ അൺമ്യൂട്ട് ആക്ക്. വിജിന തന്നെ പേര് വരുന്നേ. ശ്രുതലക്ഷ്മി, ഗാത്രി, ഈ കീ മാത്ര നമ്മൾ ലെറ്റേഴ്സിന്റെ ഏത് സൈഡിലാണ് കൊടുക്കുന്നത്? ഈ കീ മാത്ര. റൈറ്റ് സൈഡിലാണ് കൊടുക്കുന്നത്. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന കൈയുടെ അല്ലേ, എല്ലാവരും നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടല്ല എഴുതുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡിലാണ് നമ്മൾ ഈ കീ മാത്രം കൊടുക്കുന്നത്. അപ്പൊ തന്നെ അഡോൺ ജോസഫ്, ര പ്ലസ് ഈ കീ മാത്ര ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ്. എന്താണ് അത് കേൾക്കുന്നത്? ര എന്ന ലെറ്ററിന് ഈ കീ മാത്രം കൊടുക്കുമ്പോ എന്താ വായിക്കുന്നത്? രി ആണോ? നീട്ടി വായിക്കത്. വെരി ഗുഡ്. രീന്ന് തന്നെ പറയണം, ഇല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ലെറ്റേഴ്സിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഈ കീ മാത്രം ചേർക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഒരു മാത്രം ക്ലിയർ ആവാതെ പോയ രക്ഷയില്ല. നെക്സ്റ്റ് ഊ കീ മാത്ര. ഊ കീ മാത്ര, ഊ എന്ന ലെറ്ററിന്റെ ചിഹ്നം. ഇപ്പൊ ഊ കീ മാത്ര എവിടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നോക്കാം നമുക്ക്. ക പ്ലസ് ഊ കീ മാത്ര ഈസ് ഈക്വൽ ടു കു. ക എന്ന ലെറ്ററിന് ഊവിന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ നമ്മളത് കു എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ല എന്ന ലെറ്റർ എടുത്തു. ല പ്ലസ് ഊ കീ മാത്ര ഈസ് ഈക്വൽ ടു ആരോമൽ. ല എന്ന ലെറ്ററിന് ഊ കീ മാത്ര കൊടുക്കുമ്പോൾ എന്താ വായിക്കുന്നത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ആരോമൽ അൺമ്യൂട്ട് ചെയ്യേ. ലു. ലു എന്ന ചിഹ്നം മാത്രം എവിടെയാണ് നമ്മൾ എഴുതുന്നത്? ല എഴുതിയിട്ട് എവിടെയാണ് എഴുതുന്നത്? ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ മുകളിലോ താഴെയോ? അതിന്റെ നീച്ചയാണ് അല്ലേ? അക്ഷരമൊക്കെ നീച്ചെ താഴെ അടിയിലാണ് നമ്മൾ ഊക്കി മാത്രം കൊടുക്കുന്നത്. വെരി ഗുഡ്. അവന് സൗണ്ട് കുറവാന്നേ, അവന് പനിയാന്ന്, അതുകൊണ്ട് പിന്നെ അതോടെ സൗണ്ട് ഒക്കെ കുറവ്, ക്ഷീണം പിടിച്ചിരിക്കുന്നതാ. പനി പിടിച്ചു അല്ലേ? സാരമില്ല, മരുന്നൊക്കെ കഴിച്ചില്ലേ? കഴിച്ചു, കുറഞ്ഞു. ജലദോഷം ഇതൊക്കെ ഉണ്ടത്രേ, അതിന്റെ ആണ് ഒരു ക്ഷീണത്തിലാ ഇരിക്കുന്നേ. സാരമില്ല, വീട്ടിൽ തന്നെ ആയില്ലേ ഇനിയിപ്പോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഊക്കി മാത്ര പഠിച്ചു. അത് കഴിഞ്ഞ് ഊക്കി മാത്രയാണ് അല്ലേ നെക്സ്റ്റ്. അപ്പോൾ ഊ എന്ന ലെറ്ററിന്റെ മാത്ര എങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളത് വലതുവശത്തു നിന്ന് തുടങ്ങി മുകളിലോട്ടാണ് നമ്മൾ ഊവിൻ്റെ ചിഹ്നം ഇടേണ്ടത്. വലതുവശത്ത് നിന്ന് തുടങ്ങി മുകളിലോട്ട്. അപ്പോൾ സെയിം ആയിട്ട് വരുന്ന ഒരു ചിഹ്നം കൂടി ഇടണം. അപ്പോൾ നമുക്കത് അതും കൂടെ പഠിക്കുമ്പം രണ്ടും മനസ്സിലായിക്കോളും. ഊവിൻ്റെ ചിഹ്നവും ഇറിൻ്റെ ചിഹ്നവും രണ്ടും ഏകദേശം സെയിം ആയ പോലെ തോന്നുക. അപ്പം അതെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ട്രിക്ക് പഠിക്കേണ്ടത്. അപ്പം നെക്സ്റ്റ് ഊ കീ മാത്രയാണ് അല്ലേ? ഊ കീ മാത്ര. ഊ എന്ന ലെറ്ററിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? അത് നമ്മൾ എഴുതി പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ക പ്ലസ് ഊ കീ മാത്ര ഈസ് ഈക്വൽ ടു അഫ്രീൻ. ക പ്ലസ് ഊ കീ മാത്ര ഈസ് ഈക്വൽ ടു അടി. ക പ്ലസ് ഊ കീ മാത്ര ഈസ് ഈക്വൽ ടു വെരി ഗുഡ്. കൂ. വെരി ഗുഡ്. അപ്പോൾ അബ്ദുൽ ഹാദി, സ പ്ലസ് ഊ കീ മാത്ര ഈസ് ഈക്വൽ ടു
എന്താണ് അവിടെ ഫോണും കൊണ്ട് കളിക്കുന്നവൻ? അൺമ്യൂട്ട് ഇതാണല്ലോ. സ എന്ന ലെറ്ററിന് സ എന്ന ലെറ്ററിന് ഊന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ എന്താണ് വായിക്കുന്നത്? സൂ. അപ്പൊ ഊക്കി മാത്രം എവിടെയാ ഇടുന്നത് അബ്ദുൽ ഹാദി? അക്ഷരത്തിന്റെ മുകളിലാണോ? താഴെയാണ്. അക്ഷരങ്ങളുടെ താഴെ അടിവശത്താണ് ഊക്കി മാത്രം ചേർക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഊ കഴിഞ്ഞ അടുത്ത ലെറ്റർ എന്താണ്? ധ്യാൻ നോക്കട്ടെ. ഊ കഴിഞ്ഞ അടുത്ത ലെറ്റർ എന്താണ്? വിച്ച് ഈസ് ദ നെക്സ്റ്റ് ലെറ്റർ? അതെ, ഇറാണ് അല്ലേ? ഇർക്കി മാത്ര. ഹൗ ക്യാൻ റൈറ്റ് ഇർക്കി മാത്ര? ഡോണ്ട് നോ. ഊക്കി മാത്രം നമ്മൾ പഠിച്ചു അല്ലേ? വലതുവശത്ത് തുടങ്ങി മുകളിലോട്ട് എഴുതണമെന്ന് പഠിച്ചു. ഇപ്പൊ ഇറിന്റെ ചിഹ്നം എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ ടിക്ക് ഇടുന്നില്ലേ, ശരിയിടുന്നില്ലേ, അതുപോലെയാണ്. പ്ലീസ് വെയിറ്റ്, മിസ് അത് എഴുതിയിട്ടുണ്ട്, അത് ഇപ്പൊ തരാം കേട്ടോ. മിസ് ഇപ്പോൾ സ്കൂളിൽ വന്നപ്പോഴാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ ബുദ്ധിമുട്ടില്ല അല്ലേ? ബോർഡിൽ നമുക്ക് എഴുതി കാണിക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത് ഇനി അത് പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ മിസ് എഴുതിയിട്ടുണ്ട്, കണ്ടോ? കാണുന്നുണ്ടോ? ഇറ് എന്ന ലെറ്റർ ഇങ്ങനെയാണല്ലേ? അതെ, അതിൻ്റെ മാത്ര ഇതുപോലെയാണ്, നമ്മൾ ടിക്ക് ഇടുന്ന പോലെയാണ് ഇറിൻ്റെ മാത്ര. അപ്പം നിങ്ങൾക്ക് തോന്നില്ലേ ഊക്കി മാത്ര പോലെ സെയിം ആയിട്ട് തോന്നുന്നുണ്ടോ ഇത്? ഇല്ല, ഊക്കി മാത്രം നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് എഴുതുന്നത്. അപ്പം എഴുതുമ്പോൾ നമ്മൾ ഇറുക്കി മാത്രം ഇങ്ങനെയാണ്. എല്ലാവരും എഴുതിയെടുത്തോ ഇത് റഫായിട്ട്? ഇറെന്ന് എഴുതുക, അവിടെ ഇറുക്കി മാത്രം കൊടുക്കുക. റഫായിട്ടൊന്ന് എഴുതിയെടുത്ത. ഇത് നോട്ട് ബുക്കിലൊക്കെ എഴുതേണ്ടതാണ് നിങ്ങൾ. നോട്ട് ബുക്കിൽ എഴുതിയാലും കുഴപ്പമില്ല. ഇറെന്ന് എഴുതുക, ഇറുക്കി മാത്രം കൊടുക്കുക. കാണുന്നില്ലേ? ഞാൻ പറഞ്ഞ കാര്യം മാത്രം എഴുതുക, വേറെ ഒന്നും അവിടെ കണ്ടാലും എഴുതണ്ട കേട്ടോ. കാണുന്നുണ്ടോ? എഴുതിയില്ലേ? എങ്ങനെയാണ് നമ്മൾ ടിക്ക് ഇടുന്നില്ലേ, അതുപോലെ അക്ഷരങ്ങളുടെ താഴെയാണ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ, ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചുതരാം. ക പ്ലസ് ഇർക്കി മാത്ര ഈസ് ഈക്വൽ ടു കിർ. എങ്ങനെയാ വായിക്കുക? കിർ അല്ലേ? ക എഴുതുക, അതിൻ്റെ താഴെ എഴുതിക്കോ ക പ്ലസ് ഇർക്കി മാത്ര ഈസ് ഈക്വൽ ടു കിർ. അതുപോലെ അതിൻ്റെ താഴെയായിട്ട് ച പ്ലസ് ഇർക്കി മാത്ര ഈസ് ഈക്വൽ ടു ചിർ. ഞാനിതിന് വാട്സപ്പിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ചിഹ്നങ്ങൾ അതിൽ നമ്മുടെ ഫോണിൽ വരില്ല വിചാരിച്ചതുപോലെ. പറ്റുമെങ്കിൽ ഞാൻ അയച്ചു തരാം, അല്ലെങ്കിൽ ഈ നോട്ടിൽ എഴുതിയ പോലെ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ ട പ്ലസ് ഇർക്കി മാത്ര ഈസ് ഈക്വൽ ടു ട്ർ. അതിന് ശേഷം നമ്മൾ കുറേ ലെറ്റർ എഴുതി പഠിച്ചു അല്ലേ? ത പ്ലസ് ഇർക്കി മാത്ര ഈസ് ഈക്വൽ ടു ത്ർ. അതുപോലെ പ പ്ലസ് ഇർക്കി മാത്ര ഈസ് ഈക്വൽ ടു അത് എഴുതുക. അപ്പോൾ അങ്ങനെ ആ നോട്ട് ബുക്കിൽ നമ്മൾ ഒരു ഹാഫ് പേജ് ആയിട്ട് വരും അത്. അങ്ങനെ എഴുതുക. ഫസ്റ്റ് എഴുതുക ഇർ ഹൈഫൺ ഇർക്കി മാത്ര. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങളതിൽ ലെറ്റേഴ്സ് കുറേ മാറി മാറി എഴുതാം. അതിന് ചിഹ്നം കൊടുക്കുക, ഇറിൻ്റെ ചിഹ്നം കൊടുക്കുക, താഴോട്ട് എഴുതുക. അപ്പോൾ അതായി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത്
ഇർക്കി മാത്ര. ഏതൊക്കെ മാത്രകൾ പഠിച്ചു? ആക്കി മാത്ര, ഇക്കി മാത്ര, ഈക്കി മാത്ര, ഊക്കി മാത്ര, ഊക്കി മാത്ര, ഇർക്കി മാത്ര. അപ്പോൾ ഊക്കി മാത്രയും ഇർക്കി മാത്രയും മിസ്സിനെ എപ്പോഴും മിസ് പഠിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആയിരുന്നു. ഊവിൻ്റെ ചിഹ്നവും ഇറിൻ്റെ ചിഹ്നവും തമ്മിൽ എപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ മിസ് കണ്ടുപിടിച്ച ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ അത് ആർക്കെങ്കിലും? ഊവിൻ്റെ ചിഹ്നവും ഇറിൻ്റെ ചിഹ്നവും മനസ്സിലായോ? ഗാത്രി ഒന്ന് പറഞ്ഞു തന്നെ എങ്ങനെയാ അവള് മനസ്സിലാക്കിയത് നോക്കട്ടെ. അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അറിയാം. അല്ല, മോൾക്ക് അത് എങ്ങനെയാ മനസ്സിലാവും? ഊവിന്റെ ചിഹ്നമാണോ ഇറിന്റെ ചിഹ്നമാണോ എന്ന് എങ്ങനെയാ മനസ്സിലാവുക? നമ്മൾ പഠിച്ചില്ല. ഓപ്പോസിറ്റിന്റെ സൈഡോ? അങ്ങനെയല്ല. ഇറന്ന് എഴുതുമ്പോൾ നമ്മൾ ടിക്ക് ഇടുന്ന പോലെ നമ്മൾ ശരിയിടാറില്ലേ? ശരിയിടുന്ന എങ്ങനെയാണ്? വലതുവശത്തോട്ട് അല്ലേ? വലതുവശത്തോട്ടാണ് ശരിയിടുന്നത്. അപ്പം ആ ശരിയിടുന്ന പോലെയാണ് ഇറുക്കി മാത്ര. ഇറിൻ്റെ ചിഹ്നം ശരിയിടുന്ന പോലെയാണ്. പക്ഷെ ശരിയിടുന്ന പോലെ പറഞ്ഞാൽ കുറച്ച് വളഞ്ഞിട്ടൊക്കെയാണ് ബുക്കിൽ കാണുന്നത്. നമ്മൾക്ക് അങ്ങനെ മനസ്സിലാക്കിയാവുന്നത്. ശരിയിടുന്ന പോലെയാണ് ഇറിൻ്റെ ചിഹ്നം. അപ്പോൾ നമുക്ക് ഊവിൻ്റെ ചിഹ്നം മനസ്സിലായില്ലേ? നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് അത് എഴുതേണ്ടത്. മനസ്സിലായോ അത്? ഇറിന്റെ ചിഹ്നം ഓക്കെ. ഇറിന്റെ ചിഹ്നവും ഊവിന്റെ ചിഹ്നവും ഇനി മാറിപ്പോയത് കേട്ടോ. മിസ് അന്നേരമൊന്നും പഠിച്ചില്ലായിരുന്നു. അന്ന് പിന്നെ എനിക്കിത് മനസ്സിലായത് ഇറിന്റെ ചിഹ്നം ഇങ്ങനെ എഴുതിയാലേ മനസ്സിലാവുള്ളൂ. അപ്പം എനിക്ക് ട്രിക്ക് കിട്ടിയ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇർക്കി മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ അല്ലേ? ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 64. ഓക്കെ. അവിടെ നിങ്ങൾ കണ്ടോ ലാസ്റ്റ് മാത്ര സെ ബനെ ശബ്ദ് ഔർ ഉച്ചാരൺ. ഇപ്പൊ ക പ്ലസ് ആക്കി മാത്ര ഇസിക്വൽ ടു ക അല്ലേ? ഫസ്റ്റ് റോയിലുള്ള നോക്കിയേ. ക എന്ന ലെറ്റർ ചേർത്തിലൊരു വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, കമൽ. അതിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട് അല്ലേ? ക സെ കമൽ. രണ്ടാമത് ക പ്ലസ് ആക്കി മാത്ര ഇസിക്വൽ ടു ക സെ കാർ. ക പ്ലസ് ഇ കി മാത്ര ഇസിക്വൽ ടു കി സെ കിതാബ്. കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക്. ക പ്ലസ് ഇ കി മാത്ര ഇസിക്വൽ ടു കീൽ. കീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കീൽ, ആണിയില്ലേ? അതാണ് ആണി, കീൽ. കു പ്ലസ് ഉ കി മാത്ര ഇസിക്വൽ ടു കുർത്ത. കുർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? കുർത്തയില്ലേ നമ്മൾ ഇടുന്നേ? അതാണ്. ക പ്ലസ് ഊ കി മാത്ര ഇസിക്വൽ ടു കൂ സെ കൂപ്പ്. നെക്സ്റ്റ് ക പ്ലസ് ഇർ കി മാത്ര ഇസിക്വൽ ടു കിർ സെ കൃഷക്. എന്താണ്? കർഷകൻ. നെക്സ്റ്റ് നോക്കിയേ, ഇർക്കി മാത്ര കഴിഞ്ഞു. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തന്നിട്ട് പോവാം, എഴുതാനായില്ല. ക പ്ലസ് എ ആണല്ലേ? എ കൊടുത്തു. എന്റെ ചിഹ്നം എങ്ങനെയാ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. വര വരച്ചിട്ട് അതിന്റെ മുകളിലാണ് ചരിഞ്ഞിട്ടൊരു വര കൊടുത്തിരിക്കുന്നത്. ഏക്കി മാത്ര. ക പ്ലസ് ഏക്കി മാത്ര ഈസിക്വൽ ടു കെ. കെ സെ കേല. ഇറ് വരെയുള്ള മാത്രകൾ നന്നായിട്ട് പഠിക്കുക. ഒന്ന് എടുത്തിട്ടുന്നേ ഉള്ളൂ ആ ഒരു ചിഹ്നം, അത് പഠിക്കാനായില്ല. ഇന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇറുക്കി മാത്ര വരെയുള്ള ചിഹ്നങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വരിക. നെക്സ്റ്റ് ഡേ അർജുൻ രാജേഷേ, നീ എന്താ വായിലിട്ടതിപ്പോ? ഞാൻ കണ്ടു ചോദിച്ചോടുന്നു. ഇങ്ങോട്ട് നോക്ക്, ബുക്കിൽ ശ്രദ്ധിക്ക്. അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഇറുക്കി മാത്ര എന്ന ലെറ്റർ എഴുതാൻ പറഞ്ഞു. അത് നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക. അത് കൂടാതെ ടേക്ക് യുവർ നോട്ട് ബുക്ക്. ഇത് കണ്ടോ? ക
കാ കി കീ കു കു കിർ. ഈ ലെറ്റർ നെക്സ്റ്റ് പേജിലായിട്ട് എഴുതിയെടുക്കുക. ഇത് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരില്ല, പേഴ്സണലായിട്ടും അയച്ചു തരില്ല. നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ നിന്ന് എഴുതിയെടുക്കണം. വായിച്ചുകൊണ്ട് എഴുതുക. ക കാ കി കീ കു കു കിർ. ഗാത്രി, where is your notebook? രണ്ട് ലൈനായിട്ട് എഴുതിക്കോ, കുഴപ്പമില്ല. ഒറ്റ ലൈനിൽ തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ ലൈനിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. വരെയുള്ള ചിഹ്നമല്ലേ ഉള്ളൂ. ആ ഒരു ലൈൻ തന്നെ എഴുതുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഇടയിലൂടെ ലൈൻ വരയ്ക്കുക. ഒറ്റ ലൈനിൽ തന്നെ എഴുതിക്കോ. ഞാനിതൊരു ചെറിയൊരു ഡയറിയിലാണ് എഴുതിയത്, അതുകൊണ്ട് എനിക്ക് ഇത്രയേ സ്പേസ് ഉള്ളൂ. ഒറ്റ ലൈനിലായിട്ട് എഴുതിക്കോ നിങ്ങൾ. എന്നിട്ട് ലൈൻ വരയ്ക്കുക താഴോട്ട്. നെക്സ്റ്റ് ലൈനിലായിട്ട് ച എന്ന ലെറ്റർ എഴുതുക. ബാക്കി നിങ്ങൾ എഴുതണം. ച ചാ, ചി ചീ, ചു ചൂ, ചിർ. ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ നെക്സ്റ്റ് ലൈനിൽ ച എഴുതി വെച്ച എവിടെ? രണ്ടാമത്തെ റോയിൽ ച എന്ന ലെറ്റർ എഴുത്. മൂന്നാമത്തെ റോയിൽ ടാ എഴുതിക്കോ. നാലാമത്തെ റോയിൽ താ എഴുതിക്കോ. അഞ്ചാമത്തെ റോയിൽ പാ എഴുതുക. എന്തിനാ അത് എഴുതാൻ പറഞ്ഞത്? ഒരു രസത്തിനായിരിക്കും അല്ലേ? അതൊന്നുമല്ല. ഇതിങ്ങനെ എഴുതുക. അടുത്ത ലൈനിൽ ചാ എഴുതി. ഇനി എന്താ എഴുതേണ്ടത്? ഇതുപോലെ എഴുതണം, ചിഹ്നം ചേർത്തിട്ട്. ച ചാ, ചി ചീ, ചു ചൂ, ചിർ. ഇതേപോലെ ടാ ടാ, ടി ടി, ടു ടു, ടിർ. താ താ, ടി ടി, തു തു, തിർ. നെക്സ്റ്റ് പ പാ, പി പി, പു പു, പിർ. അപ്പം അങ്ങനെ എഴുതി ആ ഹോംവർക്ക് സെൻഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾക്ക് എ ഐ ഒ ഔ അം അ ഈ ചിഹ്നങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മൾക്ക് ഒരു ചിഹ്നമാണല്ലോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എയും ഐയും ഒന്നിച്ച് പഠിക്കുക. ഇനി ആ 2 ലെറ്റേഴ്സ് പഠിച്ചാലേ നമ്മൾക്കത് മനസ്സിലാവുള്ളൂ. 2 ലെറ്റേഴ്സിൻ്റെ മാത്രം. ഓക്കെ. അപ്പോൾ ഓൾ ഓഫ് യു ക്ലോസ് യുവർ നോട്ട്ബുക്ക്. നമുക്ക് ചെറിയൊരു റീഡിങ് ഫോർ പ്ലഷർ നോക്കാം. 7 മിനിറ്റേ ഉള്ളൂ. നെക്സ്റ്റ് പേജ് നോക്കിയ മക്കളെ നിങ്ങൾ, 65-ാമത്തെ പേജ്. ബൂച്ചോ തോ ജാനേ. നോക്കിയാൽ അവിടെ ഒരു പസിലാണ് കൊടുത്തത്. സോൾവ് ദ പസിൽ അല്ലേ? ഫസ്റ്റ് വൺ, 4 पैर है मेरे फिर भी मुझसे चला ना जाए, होशियार वह सबसे ज्यादा नाम मेरा जो बदलाए. എനിക്ക് 4 കാലുകളുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെന്താണ്? ഹോഷിയാർ വഹ് സബ്സെ ജ്യാദ നാം മേരാ ജോ ബദലായേ. എന്താണ്? എല്ലാവർക്കും ഇരിക്കണമെങ്കിൽ ഈ സാധനം വേണം. എന്താണത് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അഫ്രീൻ, ऐसे हिंदी സമജ്ന. ഹിന്ദിക്ക് എന്താ പറയുന്നല്ല, ചെയറിന് എന്താ ഹിന്ദിയിൽ പറയാ? സമജ്ന പറഞ്ഞോ? ആ, കുർസി. കുർസി 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 എന്നാണ് അതിന്റെ പേര് അല്ലേ, ചെയറിന്. ഹരാ ഭരാഹും ഖൂബ് ബഡാഹും ഫൽ ഫൂലോം സേ ലദാ ഖടാഹും താജി ഹവാ തുമേ ദേത്താ ഹൂം ഖാദ് പാനി തുംസേ ലേത്താ ഹൂം.
എന്താണ്? ഹരാഭരാഹും, നല്ല പച്ച നിറമാണ്. ഖൂബ് ഖടാഹും ഫൽ ഫൂലോം സേ സദാ ഖടാഹും, എനിക്ക് കുറെ പൂക്കളും പഴങ്ങളും ഒക്കെ ഞാൻ തരുന്നുണ്ട്. താജി ഹവ തുമേ ദേത്താകും, നല്ല കാറ്റുകൾ തരുന്നുണ്ട്. ഖാദ് പാനി തുംസേ ലേത്താഹും. അറിയോ എന്താണ്? ഞാനില്ലെങ്കിൽ വെള്ളമില്ല. എന്താണ്? അംന ഫാത്തിമ. ബർഗദ് അല്ല. ബർഗദ് പറഞ്ഞ അറിയാന്നല്ലേ. മൊത്തത്തിൽ എന്താണ് പറയാ? പേട്. പേട് മരമല്ലേ. മരമില്ലെങ്കിൽ നമുക്ക് വെള്ളം ഉണ്ടോ? ഇല്ല. മരമാണ് നമുക്ക് കാറ്റ് തരുന്നത്. അതുപോലെ എന്താണ്? പിന്നെ പച്ച നിറമാണ്, ഫലങ്ങളും അത് പഴങ്ങളും പൂക്കളും തരുന്നുണ്ട്. അതാണ്. മൂന്നാമതൊക്കെ ബൈറ്റ് നാക്ക് പർ പക്കടേക്കാൻ കോൻ ഫലാഹെ വഹ് ശൈത്താൻ. എന്താണ്? ചെവിക്ക് വെക്കുന്ന സാധനം എന്താണ് അറിയോ? അത് പറ എന്താണെന്ന്. അബ്ദുൽ ഹാദി. ചെവി ഇല്ലാതെ നമ്മൾക്കത് പിടിപ്പിക്കാൻ പറ്റില്ല എന്ന് അല്ലേ? എന്താണ്? നമ്മുടെ മുഖത്താണ് ഇരിക്കുന്നത്. അപ്പം മുഖത്ത് നാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂക്ക്. പക്കടേക്കാൻ ചെവി. ചെവിയിലാണത് പിടിച്ചിരിക്കുന്നത്. എന്താണത്? സ്പെക്ടാക്കിൾസ് ആണെന്ന് അറിയാം അല്ലേ? ഐനക്ക്. ഐനക്കാണ്. ഐനക്ക് അല്ലെങ്കിൽ ഏനക്ക് എന്നൊക്കെ പറയാം. ഐനക്ക് കണ്ണട. നെക്സ്റ്റ് ദേഖൂം ജബ് ഭി കാലേ ബാദൽ മേരാ തന്മൻ ഖിൽ ജായേ റിംചിം വർഷ കി ഫുഹാർ മേം മുച്ച്കോ സബ് കുച്ച് മിൽ ജായേ. എന്താണ്? കറുത്ത മേഘങ്ങളൊക്കെ വരുമ്പോൾ, മഴക്കാറ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. അവർ നൃത്തം ചെയ്യും. പിന്നെ മഴയൊക്കെ വരുമ്പോൾ എന്നാൽ ചാറ്റൽ മഴയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യും. എന്താണ്? ആരാണ്? പാർവണ. മോർ. വെരി ഗുഡ്. മോർ. പീക്കോക്ക് അല്ലേ? മോർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മോർ നൃത്തം ചെയ്യുന്നത്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പീലി വിടർത്തി ആടുന്നത് കണ്ടിട്ടുണ്ടോ? നല്ല മഴക്കാറൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം അവർ ഡാൻസ് ചെയ്യും. ഓക്കെ. അപ്പം എത്രയേ ഉള്ളൂ. അതൊരു ചെറിയൊരു പസിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇറുക്കി മാത്രമാണ്. നെക്സ്റ്റ് നോക്കിയേ, 66 പേജ്. വൗ, സൂപ്പർ അല്ലേ? ഒരു ഹോംവർക്ക് ചെയ്യാനുള്ളതാണ്. ചിത്രഗതിവിധി നോക്കിയേ. ജംഗൽ കി സൈർ. ഇവിടെ ഒരു ഫോറസ്റ്റ് ആണ് കാണിക്കുന്നത്. ആ ഫോറസ്റ്റിൽ ആരൊക്കെയുണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ കുറേ പിക്ചേഴ്സിന് നിറം കൊടുത്തിട്ടുണ്ട് അല്ലേ? കുറേ പേർക്ക് നിറമില്ല. जिन चित्रों में रंग नहीं है उनमें रंग भरने करो. അതായത് ഇവിടെ കുറേ, അതായത് മോറിന് കളർ കൊടുത്തിട്ടുണ്ട്, ചിടിയ കൊടുത്തിട്ടുണ്ട്, കൗവ കളറുണ്ട്, ബന്ദറിന് കളറുണ്ട്, സാമ്പിന് കളറുണ്ട്. അപ്പം നമ്മുടെ ഹിരണിനുണ്ട്, തിത്തലിക്കുണ്ട്. അപ്പം നമുക്ക് കളറില്ലാത്തത് ബതക്ക്, മച്ചലി, പിന്നെന്താണ്? മഗർമച്ചല്ല. എന്താണിത്? ശനൈഹ. ആമേനെ കണ്ടോ? അത്. ഹാത്തിയുണ്ട്. ഇതിനെന്താ ക്രെയിൻ എന്താ പറയുന്നത്? മറന്നുപോയല്ലോ മിസ്, പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് കളറില്ലാത്തതിന് നിങ്ങൾ കളർ കൊടുക്കാനാണ് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ഭാലു ഉണ്ട് ഇവിടെ. ഭാലു, കരടി കണ്ടോ? അപ്പോൾ കളറില്ലാത്തത് നമുക്ക് എലിഫൻറ്റും ടോർട്ടോയ്സ്. ഇവിടെ ക്രെയിന് കളറുണ്ടോ? അതാണ് അതിൻ്റെ കളർ അല്ലേ? ഉണ്ട്. ഇവിടെ ഇതിനെന്താ പറയാ? മാക്രിക്ക് എന്താ പറയാ? ഇംഗ്ലീഷിൽ എന്താ പറയാ? മിസ് മറന്നുപോയല്ലോ. എന്താ പറയാ ലക്ഷ്മി? ഫ്രോഗ്. ശരിയാ, മിസ്സിന് ഇടയ്ക്കിടയ്ക്ക് ഈ വേർഡ്സ് മറന്നു പോകുന്നുണ്ട്. ഫ്രോഗാണല്ലേ? ഫ്രോഗിൻ്റെ വേർഡ് മറന്നുപോയി മിസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പം അതിന് കളർ കൊടുക്കണം കേട്ടോ നിങ്ങൾ. അത് അത്രയേ ഉള്ളൂ. ഫൺ ആക്ടിവിറ്റിയാണ്.
അപ്പം നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ള ഇറിൻ്റെ ചിഹ്നം മാത്രമേ പഠിക്കാനുള്ളൂ. ഇപ്പം തന്ന ഹോംവർക്ക് എന്താണ്? ക ക കി കി കു കു കിറ് എഴുതി അതിന് താഴെ ച ട ത പ 4 ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതും ആ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക. അപ്പോൾ ഒരു 5 ലൈൻസേ വരുന്നുള്ളൂ അല്ലേ? ഒരു ലൈനിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. അപ്പം നന്നായിട്ട് എഴുതുക, ലൈൻ വരച്ചെഴുതുക. നല്ല കുട്ടികളായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരിക. ടൈം ഈസ് ഓവർ. ക്ലാസ് ഇപ്പം കട്ടാവും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും പ്രസന്റ് ചെയ്തിട്ടില്ലേ? ആഫ്രീൻ എന്താണ്? പേഡക്. ശരിയാ, കറക്റ്റ്. മറന്നുപോയിടാ. ഫ്രോഗിനൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ, അതാണ് മറന്നുപോയി. മേഡക്. ഓക്കെ, ബൈ ബൈ.